ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ G3 സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. G3 സോസ് എന്ന് പറയുമ്പം 3 ടൈപ്പ് ഗാർലിക് സോസസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഗാർലിക് മയോ സോസാണ്. അതിലേക്കായിട്ട് ഒരു 6 ഗാർലിക് ക്ലൗസ് എടുക്കുക. മിക്സിക്കകത്തിട്ടിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും ആഡ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ നമുക്ക് അതിൻ്റെ തിക്നെസ് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. എത്ര ഓയിൽ ആഡ് ചെയ്യുന്നു അതിനനുസരിച്ച് അതിൻ്റെ തിക്നെസ് കൂടി വരിക ചെയ്യുക, കട്ടി കൂടി വരും. കുറച്ച് ഉപ്പും ആഡ് ചെയ്യുക. ഉപ്പ് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം ഈ ഗാർലിക്കിൽ തന്നെ ഉപ്പുള്ളത് കാരണം നമ്മൾ അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ തിക്നെസ്സും കൺസിസ്റ്റൻസിയും. അത് തിക്കായിട്ട് കിട്ടാനായിട്ട് വീണ്ടും കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യുക. അപ്പം തിക്നെസ് ഏകദേശം കറക്റ്റാണ്, നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം. അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ നമ്മളുടെ ഗാർലിക് മയോ സോസ് റെഡിയായി. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ചില്ലി ഗാർലിക് സോസാണ്. ഇതിലേക്ക് ഞാനൊരു കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതിനെ കുറച്ച് നേരം നമുക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം. പിന്നീട് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഒരു 5-6 ഗാർലിക്ക് അരിഞ്ഞത്, ചോപ്പ് ചെയ്ത 5-6 ഗാർലിക്ക് ഇട്ടിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവണ വരെ അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പം അതിനെ നമുക്കൊന്ന് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഗാർലിക് മാറ്റി വയ്ക്കുക. ആ ഓയിൽ തന്നെ വീണ്ടും തിരിച്ച് പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അവിടുന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന മുളക് എടുത്തിട്ട്, കാശ്മീരി ചില്ലി എടുത്തിട്ട് ഒന്നുകൂടെ ഓയിലിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ വെള്ളം അതുപോലെ തന്നെ നമ്മൾ മാറ്റി വയ്ക്കണം. നമുക്ക് വീണ്ടും ഇത് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യേണ്ടതാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിനെയും അരിച്ചിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. ഓയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വയ്ക്കുക. എന്നിട്ടൊരു ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് ഗാർലിക് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സോസസാണ് ഇതൊക്കെ. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതിനെ ക്രഷ് ചെയ്യുക. വീണ്ടും ഒന്ന് സൈഡ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത ശേഷം ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം, പിന്നെ നമ്മുടെ ഓയിലും ആഡ് ചെയ്ത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യുക. ഉപ്പ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഞാൻ ഒഴിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ചില്ലിയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അത് മാറ്റി വെച്ചതാണ്. അപ്പം നമ്മളുടെ ചില്ലി ഗാർലിക് സോസ് റെഡിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഗാർലിക് സോയയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഗാർലിക് ക്ലോവ്സ് ഇട്ട്, ചോപ്പ് ചെയ്ത ഗാർലിക് ക്ലോവ്സ് ആണ്, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വരുന്ന ശേഷം നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക.
ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വിനേഗറും ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, കാരണം അത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് വീണ്ടും കഴിക്കുന്ന സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഈ 3 സോസസും ഞാൻ ഉണ്ടാക്കുന്ന ഈ 3 സോസസും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് സോസസാണ്. അപ്പോൾ നമ്മുടെ ഗാർലിക് സോയും റെഡിയാണ്. ഈ 3 സോസസും നമുക്ക് ഏത് ഡിഷിൻ്റെ കൂടെയും പല ടൈപ്പ് ഡിഷസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്ന സോസസാണ്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു അടിപൊളി റൈസ് ഐറ്റമായി ഞാൻ നിങ്ങൾക്ക് സൺഡേ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Till then, bye bye. Thanks for watching.